തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്ര പ്രതാപ് കമ്മീഷൻ ചെയ്തു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്ററാണ് ധ്രുവ് NG ഹെലികോപ്റ്റർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെ നിയമിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ നാഗേഷ് കപൂർ നിയമിതനായി. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കൾ തെരഞ്ഞെടുക്കപ്പെട്ടു. RK അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായി. കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് രാജൻ ഗുരുക്കൾ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ RK അഗർവാൾ. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണാർത്ഥം നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ഭരത് മുരളി കൾച്ചറൽ സെൻ്ററിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നടൻ ജഗതി ശ്രീകുമാറിന്. ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. യൂറോപ്യൻ യൂണിയൻ്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമായി ബൾഗേറിയ. 2026 ജനുവരി 1 മുതൽ. ബൾഗേറിയയുടെ പഴയ കറൻസിയാണ് ലെവ്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മദുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ. 2025 ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായ 2 പ്രളയ് മിസൈലുകൾ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO ഒഡീഷ തീരത്ത് വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിൽ 5ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INS-V കൗണ്ഡിന്യ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്ക്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നടൻ ലാലു അലക്സിന്. TP മാധവൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര പ്രതിഭകളായ മധുവിനും ജഗതി ശ്രീകുമാറിനും. വിലാസിനി നോവൽ പുരസ്കാരം സലിൻ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസരം പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്ക്. 8ാമത് കാക്കനാടൻ പുരസ്കാരം കഥാകൃത്ത് വിനു എബ്രഹാമിന്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകളും മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാൻ്റെ പത്നിയും ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചു. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കൽമാടി അന്തരിച്ചു. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അന്തരിച്ചു. 2026 ജനുവരി 7 അന്തരിച്ചത്. പത്മ അവാർഡ് 2026. രാജ്യത്തെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ 5 പേർക്ക് ലഭിച്ചു. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്,
പി നാരായണൻ, ഡോക്ടർ എൻ രാജം. പത്മഭൂഷൺ 13 പേർക്ക് ലഭിച്ചു. മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, വിജയ് അമൃത് രാജ്, വി കെ മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ് കോഷിയാരി, കലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി ദത്താത്രേയുഡു, പീയൂഷ് പാണ്ഡെ, എസ് എം കാമിലന്തൻ, ശിവവാദിൻ, ആർ ഗണേഷ്, ഉദയ് കൊട്ടക്. പത്മശ്രീ അവാർഡ് 113 പേർക്ക് ലഭിച്ചു. രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പുനിയ, പ്രവീൺ കുമാർ, കെ പളനിവേൽ, എ ഇ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ, ബൽദേവ് സിംഗ്, കെ രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിചരൺ സൈക്കിയ ഉൾപ്പെടെ 113 പേർക്ക്. പത്മവിഭൂഷൺ 5 പേർക്ക്, പത്മഭൂഷൺ 13 പേർക്ക്, പത്മശ്രീ 113 പേർക്ക്. അശോക ചക്ര ശുഭാൻഷു ശുക്ല, കീർത്തി ചക്ര പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ശൗര്യചക്ര ലഫ്റ്റനൻ്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനൻ്റ് കമാൻഡർ രൂപ, അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് വിപിൻ വിൽസൺ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ. മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തിൽ ഹാംനെറ്റ്, മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ ഡ്രാമ വിഭാഗം വാഗ്നർ മൗറ, ചിത്രം ദ സീക്രട്ട് ഏജന്റ്. മ്യൂസിക്കൽ കോമഡി വിഭാഗം തിമോത്ത ഷാലമെ, ചിത്രം മാർട്ടി സുപ്രീം. മികച്ച നടി ഡ്രാമ വിഭാഗം ജെസ്സി ബക്ലി, ചിത്രം ഹാംനെറ്റ്. മ്യൂസിക്കൽ കോമഡി വിഭാഗം റോസ് ബൈറൺ, ചിത്രം ഇഫ് ഐ ഹാഡ് ലെഗ്സ് ഐ വുഡ് കിക്ക് യു. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സ്, ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച വിദേശ ഭാഷാ ചിത്രം ദ സീക്രട്ട് ഏജന്റ്, ബ്രസീൽ. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി നടൻ മോഹൻലാൽ നിയമിതനായി. രാകേഷ് അഗർവാൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പുതിയ മേധാവിയായി നിയമിതനായി. ദിന പവൽ മക്കോർമിക് മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതയായി. KSRTC ഗുഡ്വിൽ അംബാസഡർ മോഹൻലാൽ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മേധാവി രാകേഷ് അഗർവാൾ, മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാൻ ദിന പവൽ മക്കോർമിക്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഉദയ്. തൃശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുലാണ് ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ആധാറിൻ്റെ ഭാഗ്യചിഹ്നം ഉദയ്. ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് അരുൺ ഗോകുൽ. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം കണ്ണൂരിന്. സിംബാബ്വേയും നമീബിയയും സംയുക്തമായാണ് 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ആതിഥേയത്വം വഹിക്കുന്നത്. PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായി. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച് മലയാളിയായ കാമ്യ കാർത്തികേയൻ. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലീറ്റ്സ് കിരീടവും നേടി നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ മലയാളിയായ നിഹാൽ സരിന് ചാമ്പ്യൻ പട്ടം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസെടുത്ത താരമെന്ന നേട്ടം സ്വന്തമാക്കി വിരാട് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തകർത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 2ാമത്തെ റൺ വേട്ടക്കാരനായും കോഹ്ലി മാറി.
ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരയെയാണ് മറികടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കി രോഹിത് ശർമ്മ, 650 സിക്സ്. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. ബംഗളൂരിൽ നടന്ന ഫൈനലിൽ സൗരാഷ്ട്രയെ 38 റൺസിന് കീഴടക്കിയാണ് വിദർഭ ചാമ്പ്യന്മാരായത്. മുംബൈ മാരത്തണിൽ പുരുഷ വനിതാ കിരീടങ്ങൾ എത്യോപ്യൻ താരങ്ങൾക്ക്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ സെനഗൽ ചാമ്പ്യന്മാർ. ഫൈനലിൽ മൊറോക്കോയെ 1-0 പരാജയപ്പെടുത്തിയാണ് സെനഗൽ ചാമ്പ്യന്മാരായത്. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി ഭൂട്ടാൻ്റെ സോനം യഷി. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു. 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം കണ്ണൂരിന്. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ആതിഥേയത്വം വഹിക്കുന്നത് സിംബാബ്വെ ആൻഡ് നമീബിയ. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായത് PT ഉഷ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ച് മലയാളിയായ കാമ്യ കാർത്തികേയൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസെടുത്ത താരമെന്ന നേട്ടം സ്വന്തമാക്കി വിരാട് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡാണ് കോഹ്ലി തകർത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കി രോഹിത് ശർമ്മ. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരമായി ഭൂട്ടാൻ്റെ സോനം യഷി. മുൻ ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു. അയൺ ബട്ടർഫ്ലൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്ന് ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന എന്നീ 2 പുതിയ സ്പീഷീസ് സസ്യങ്ങളെ കണ്ടെത്തി. C2026 A1 എന്ന പുതിയൊരു വാൽനക്ഷത്രത്തെ കണ്ടെത്തി ജ്യോതിശാസ്ത്രജ്ഞർ. AI ഏജന്റുമാരുടെ സാമൂഹിക മാധ്യമമാണ് മോൾട്ട് ബുക്ക്. അർബുദ ചികിത്സയ്ക്ക് പ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ച് IIT ബോംബെ. മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താൻ ന്യൂട്രി എന്ന ഉപകരണം വികസിപ്പിച്ച് ഗവേഷകർ. AI ഏജന്റുമാരുടെ സാമൂഹിക മാധ്യമം മോൾട്ട് ബുക്ക്. അർബുദ ചികിത്സയ്ക്ക് പ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ച് IIT ബോംബെ. മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താൻ ന്യൂട്രി എന്ന ഉപകരണം വികസിപ്പിച്ച് ഗവേഷകർ. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കി രാജസ്ഥാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്കായി ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കി ഗുജറാത്ത്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളം. ലോസ് ആഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമയാണ് ഭ്രമയുഗം. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കരയിൽ സ്ഥാപിതമായി. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കര. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി. രാജ്യത്തെ വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം
എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടലാണ് പൻഗുഡി. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച് ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോയെന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കി ചൈന. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യമാണ് ആർട്ടമിസ് 2. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56ാം പതിപ്പ് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്നു. 68ാം ഗ്രാമി പുരസ്കാരങ്ങൾ. ടിബറ്റിൻ്റെ ആത്മീയാചാര്യൻ ദലൈലാമയ്ക്കും വിഖ്യാത ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗിനും 68ാം ഗ്രാമി പുരസ്കാരങ്ങൾ. ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഹോളിനസ് ദലൈലാമ എന്ന ഓഡിയോ ബുക്കിൻ്റെ വിവരണത്തിനാണ് ലാമയ്ക്ക് ഗ്രാമി ലഭിച്ചത്. മ്യൂസിക് ഫോർ ജോൺ വില്യംസ് എന്ന ചിത്രത്തിലൂടെയാണ് സ്റ്റീവൻ സ്പിൽബർഗിന് ഗ്രാമി ലഭിച്ചത്. ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന്. അസമിലെ ദിബ്രുഗഡിൽ നടന്ന ഫൈനലിൽ കേരളത്തെ 1-0 പരാജയപ്പെടുത്തിയാണ് സർവീസസ് ജേതാക്കളായത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. മെൽബണിൽ നടന്ന ഫൈനലിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കസാഖ് താരം എലേന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ ആര്യാന സെബലങ്കയെ കീഴടക്കി. അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് കിരീടം. ഹരാരെയിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിന് തകർത്താണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ചാമ്പ്യന്മാർ. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 2026 കോമൺവെൽത്ത് ഗെയിംസ് ജൂലൈയിൽ സ്കോട്ട്ലൻഡിൽ നടക്കും. ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരമായി നൊവാക് ജോക്കോവിച്ച്. തായ്ലൻഡ് മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗിന് കിരീടം. ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസിന്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം എലേന റൈബാക്കിന. അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് കിരീടം. 2026 കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലൻഡിൽ നടക്കും. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 ജെ.സി. ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക്. 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി കെ.ജി. ശങ്കരപ്പിള്ളയ്ക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എസ്. ഗുപ്തൻ നായർ പുരസ്കാരം ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ വി.ആർ. പ്രബോധചന്ദ്രൻ നായർക്ക്. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരിമധുരം എന്ന കൃതിക്ക്. 2025 ഓടക്കുഴൽ പുരസ്കാരം സാഹിത്യ വിമർശകൻ ഇ.പി. രാജഗോപാലൻ്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന്. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥൻ്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീതം പുരസ്കാരം നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന്.
2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷലിന്. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേംനസീർ ഫൗണ്ടേഷൻ്റെ പ്രേംനസീർ പുരസ്കാരം സംവിധായകൻ പ്രിയദർശന്. 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം OV ഉഷയുടെ പ്രിയ കവിതകൾ എന്ന കാവ്യസമാഹാരത്തിന്. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാം സത്യജിത് റായ് പുരസ്കാരം TV ചന്ദ്രന്. ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽകേക്ക് സുഭാഷ് ചന്ദ്രബോസ് ആപ്തപ്രബന്ധൻ പുരസ്കാരം. അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ ടോബി കിയേഴ്സാണ് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് 2026 അർഹയായത്. 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. S ഗുപ്തൻ നായർ പുരസ്കാരം VR പ്രബോധചന്ദ്രൻ നായർ. 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലൻ്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷൽ. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരി. കൃതി പുല്ലരി മധുരം. പ്രേംനസീർ പുരസ്കാരം സംവിധായകൻ പ്രിയദർശന്. 2026 മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം OV ഉഷയുടെ പ്രിയ കവിതകൾ എന്ന കാവ്യസമാഹാരത്തിന്. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 13ാം സത്യജിത് റായ് പുരസ്കാരം TV ചന്ദ്രന്. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് 2026 അർഹയായത് അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ ടോബി കിയേഴ്സ്. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് പട്ന പക്ഷിസങ്കേതം ഉത്തർപ്രദേശ്, ഹരിതണ്ട് ഗുജറാത്ത്. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങളടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ. ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ചേവായൂരിൽ നിലവിൽ വരുന്നു. സംസ്ഥാനത്തൊരു നദിക്കു കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമാണ് ആറളം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ബാരാമതിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ടു. വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേല താർ അന്തരിച്ചു. അമേരിക്കൻ പൗരാവകാശ പോരാളി ക്ലോഡറ്റ് കോൾവിൻ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായിരുന്ന ജസ്റ്റിസ് A ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഇല്യാസ് പാഷ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിരി ജഗൻ അന്തരിച്ചു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ മാർക്ക് ടളി അന്തരിച്ചു. മണിപ്പൂരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി Y ഖേംചന്ദ് സിംഗ് അധികാരമേറ്റു. ഉപമുഖ്യമന്ത്രിമാരായി നെംച കിപ്ജനും L ദിഖോയും അധികാരമേറ്റു. കരസേന മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പുതിയ പുസ്തകമാണ്
4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് ദംതാരി, ഛത്തീസ്ഗഡ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ നടന്നു. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. ബാസിലസ് സബ്റ്റിലിസ് കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി 2026 ജനുവരി 23 സർക്കാർ പ്രഖ്യാപിച്ചു. ബാസിലസ് സബ്റ്റിലിസ് കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു 2026 ജനുവരി 23 പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അന്റോണിയോ ഹോസെ സെഗുറോ പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റാകും. രാജ്യത്താദ്യമായി പൊതു ബജറ്റിൻ്റെ കൂടെ ഒരു വയോജന ബജറ്റ് കൂടി പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. സമഗ്ര നഗരനയം രൂപവൽക്കരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനു കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസാണ് ഭാരത് ടാക്സി. മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി വൈ ഖേംചന്ദ് സിംഗ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയത് കരസേന മുൻ മേധാവി മനോജ് മുകുന്ദ് നരവനെ. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ദംതാരി, ഛത്തീസ്ഗഡ്. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷരം ആരോഗ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ബാസിലസ് സബ്റ്റിലിസ് പ്രഖ്യാപിച്ചത് 2026 ജനുവരി 23. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. സമഗ്ര നഗരനയം രൂപവൽക്കരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനു കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സി. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്താദ്യമായി പൊതു ബജറ്റിൻ്റെ കൂടെ ഒരു വയോജന ബജറ്റ് കൂടി പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ നടന്നു. DRDO വികസിപ്പിച്ച ആണവായുധവാഹക ശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി 3 പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. സഞ്ചാര സാഹിത്യകാരൻ ഹ്യൂ ഗാൻസർ അന്തരിച്ചു. വിഖ്യാത മെക്സിക്കൻ നടൻ ഹെറാർഡോ ടറസെന അന്തരിച്ചു. മാവേലിക്കര മുൻ MLA M. മുരളി അന്തരിച്ചു. പ്രമുഖ കഥകളി കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമമോഹൻ അന്തരിച്ചു. പ്രശസ്ത നേപ്പാളി നടൻ സുനിൽ താപ്പ അന്തരിച്ചു. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന DRDO ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസ്സി തോമസിന്.
ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജനാണ് വീരഭദ്രൻ രാമനാഥൻ. കലാശ്രേഷ്ഠ പുരസ്കാരം പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം മലയൻകീഴ് ഗോപാലകൃഷ്ണന്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന വയലാർ സാഹിത്യ പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം വിഖ്യാത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ടെസ്സി തോമസ്. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായത് വീരഭദ്രൻ രാമനാഥൻ. സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന വയലാർ സാഹിത്യ പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന്. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമാണ് സവിശേഷ. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമാണ് സവിശേഷ. കൂടിയേട്ടം ആചാര്യൻ വേണുജി, സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കുളൂർ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ 2025 പുരസ്കാരങ്ങൾ. പ്രഥമ കാന്തള്ളൂരപ്പൻ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ചിത്രമായി ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രം ബൂങ് തിരഞ്ഞെടുക്കപ്പെട്ടു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യവുഡിൻ്റെ ഭാഷാ കേസരി പുരസ്കാരം കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക്. മികച്ച കൃതിക്കുള്ള ഇന്ത്യവുഡിൻ്റെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരം സാഹിത്യകാരനും ഗാനരചയിതാവുമായ MD രാജേന്ദ്രന്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് മികച്ച ജില്ലാ കളക്ടർക്കും മികച്ച കളക്ടറേറ്റിന് തിരുവനന്തപുരം കളക്ടറേറ്റിനും സംസ്ഥാന റവന്യൂ പുരസ്കാരങ്ങൾ. പ്രഥമ ഏഷ്യൻ ബദിര 2020 കപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ ബംഗ്ലാദേശിനെ 46 റൺസിന് പരാജയപ്പെടുത്തി. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിന്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ഹർമൻപ്രീത് കൗർ. പ്രഥമ ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നോർവേയുടെ മാഗ്നസ് കാൾസണ് കിരീടം. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. ലോകമത പാർലമെൻറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്നു. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച നൂതന പദ്ധതിയാണ് നവോധൻ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. MLA മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി
AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ആന്ധ്രാപ്രദേശ് നിയമസഭ. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടന്നു. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം തിരുവനന്തപുരം, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തൃശ്ശൂർ. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി നടന്നത് ന്യൂഡൽഹി. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആർട്ടിക് സെൻട്രി എന്ന പേരിൽ പുതിയ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം തിരുവനന്തപുരം, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തൃശ്ശൂർ. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം. രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയം ഉത്തർപ്രദേശിലെ മഥുരയിൽ നിലവിൽ വരുന്നു. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം. രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയം ഉത്തർപ്രദേശിലെ മഥുരയിൽ നിലവിൽ വരുന്നു. രാജ്യത്താദ്യമായി അസമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. 15.79 കിലോമീറ്ററാണ് ദൈർഘ്യം. ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ആൻഡ്രി ഗൈറോവ് നിയമിതനായി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡിലെ ജനീവ വേദിയാകും. 2028 വേദി UAE. 2025 ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനം. US, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത കോഴിക്കോട് വയനാട് തുരങ്കപാത. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതിയാണ് പെരിഞ്ഞനം. തൃശ്ശൂർ ജില്ലയിലാണ് പെരിഞ്ഞനം. വംശനാശ ഭീഷണി നേരിടുന്ന ധ്രുവക്കുറുക്കൻ അല്ലെങ്കിൽ നീലക്കുറുക്കൻ ബ്ലൂ മോർഫ് ഐസ്ലൻഡിൽ കണ്ടെത്തി മലയാളി ഫോട്ടോഗ്രാഫറായ ഹരികുമാർ. സംസ്ഥാനത്തെ പുതിയ ഗവർണർമാർ: പശ്ചിമ ബംഗാൾ ഡോക്ടർ RN രവി, ബീഹാർ ലഫ്റ്റനൻ്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അത ഹസൈന, തെലങ്കാന ശിവ് പ്രതാപ് ശുക്ല, മഹാരാഷ്ട്ര ജിഷ്ണുദേവ് വർമ്മ, നാഗാലാൻഡ് നന്ദകിഷോർ യാദവ്, ഹിമാചൽ പ്രദേശ് കവീന്ദർ ഗുപ്ത, ലഡാക്ക് ലഫ്റ്റനൻ്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, ഡൽഹി ലഫ്റ്റനൻ്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു. പശ്ചിമ ബംഗാൾ RN രവി, ബീഹാർ ലഫ്റ്റനൻ്റ് ജനറൽ സയ്യിദ് അത ഹസൈന, തെലങ്കാന ശിവപ്രതാപ് ശുക്ല, മഹാരാഷ്ട്ര ജിഷ്ണുദേവ് വർമ്മ, നാഗാലാൻഡ് നന്ദകിഷോർ യാദവ്, ഹിമാചൽ പ്രദേശ് കവീന്ദർ ഗുപ്ത,
ലഡാക്ക് ലഫ്റ്റനൻറ്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനായി ഷാജി രാഘവൻ നിയമിതനായി. റോബ് ജെറ്റൺ നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആയി നിധി ചിബ്ബർ നിയമിതയായി. 2026 50 വർഷം പൂർത്തിയാക്കി ഇടുക്കി അണക്കെട്ട്. ദീപക് ഗുപ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി കെയർ. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ ഷാജി രാഘവൻ. നെതർലൻഡ് പ്രധാനമന്ത്രി റോബ് ജെറ്റൺ. നീതി ആയോഗ് ഇടക്കാല CEO നിധി ചിബ്ബർ. 2026 50 വർഷം പൂർത്തിയാക്കി ഇടുക്കി അണക്കെട്ട്. ദീപക് ഗുപ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. USA-യും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം ഓർ ഗർജിക്കുന്ന സിംഹം, ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാൻ്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. USA-യും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാൻ്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വന്നു. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏബിൾ പോയിൻ്റ് പദ്ധതി. ഇതിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് എറണാകുളത്തെ കാക്കനാട് ആരംഭിക്കുന്നു. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ വടകര, കോഴിക്കോട് നിലവിൽ വരുന്നു. തിരുവനന്തപുരത്താണ് കേരള ജിനോം ഡാറ്റ സെൻറ്റർ നിലവിൽ വരുന്നത്. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ വടകരയിൽ നിലവിൽ വരുന്നു. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതി ഹൃദ്യം. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏബിൾ പോയിൻ്റ് പദ്ധതി. ഇതിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് എറണാകുളത്തെ കാക്കനാട് ആരംഭിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി വധിക്കപ്പെട്ടു. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. പ്രമുഖ ചരിത്രകാരനും കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ KN പണിക്കർ അന്തരിച്ചു. വിഖ്യാത പോർച്ചുഗീസ് എഴുത്തുകാരൻ അന്റോണിയോ ലോബു അന്റ്യൂൺസ് അന്തരിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി KG സനൽകുമാറിനെ നിയമിച്ചു. മുജ്തബ ഖമനയി ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ. ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി. രാജസ്ഥാനിലെ പൊഖ്റാനിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനമാണ് വായുശക്തി 2026.
ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട് കേരളത്തിൻ്റെ പാവക്കഥകളി. വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ സീസ് നൂട്ട്ബോം അന്തരിച്ചു. പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. ശങ്കർ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡെയ്ൻ അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കലക്ടർ വി വിജയൻ അന്തരിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമാണ് വിഷൻ 2031. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനമാണ് വിഷൻ 2031. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. ഉദയ് കൊട്ടക് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ഗിഫ്റ്റ് സിറ്റിയുടെ ചെയർമാനായി നിയമിതനായി. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് ഗുഡ്വിൽ അംബാസഡർ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസായ മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉദയ് കൊട്ടക് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയുടെ ചെയർമാനായി നിയമിതനായി. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് ഗുഡ്വിൽ അംബാസഡർ. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്ക്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്താണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് സ്വന്തമാക്കി മലയാളിയായ സഞ്ജു സാംസൺ 24 സിക്സ്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലൻഡ് ബാറ്റർ ഫിൻ അലൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിലാണ് ഫിൻ സെഞ്ചുറി നേടിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ജമ്മു കാശ്മീരിന്. ഫൈനലിൽ കർണാടകയ്ക്കെതിരെ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡിൻ്റെ ബലത്തിലാണ് ജമ്മു കാശ്മീർ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കായികരംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറൻസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. സച്ചിൻ തെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ടു. ഛത്തീസ്ഗഡാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ്. സച്ചിൻ തെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ടു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ജമ്മു കാശ്മീരിന്. ഫൈനലിൽ കർണാടകയ്ക്കെതിരെ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡിൻ്റെ ബലത്തിലാണ് ജമ്മു കാശ്മീർ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്ക്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്താണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് സ്വന്തമാക്കി മലയാളിയായ സഞ്ജു സാംസൺ 24 സിക്സ്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലൻഡ് ബാറ്റർ ഫിൻ അലൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിലാണ് ഫിൻ സെഞ്ചുറി നേടിയത്. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിനുടമയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിൻ്റെ 47ാം പ്രധാനമന്ത്രിയായി ബലേന്ദ്ര ഷാ ചുമതലയേറ്റു. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി വിക്രം ദൊരൈസ്വാമിയെ നിയമിച്ചു. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിതയായി RM നാച്ചമ്മൈ.
കർണാടകയിലെ കൈഗ ആണവ നിലയത്തിൻ്റെ മേധാവിയായാണ് RM നാച്ചമ്മൈ നിയമിതയായത്. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായി ഡൽഹിയിലെ ഹരീഷ് റാണ. സുപ്രീം കോടതിയാണ് റാണയുടെ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയത്. നേപ്പാളിൻ്റെ 47ാം പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ വിക്രം ദൊരൈസ്വാമി. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിത RM നാച്ചമ്മൈ, കൈഗ, കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായി ഡൽഹിയിലെ ഹരീഷ് റാണ. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിനുടമയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 98ാം ഓസ്കാർ പുരസ്കാരങ്ങൾ 2026. മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ മൈക്കിൾ B. ജോർദാൻ. ചിത്രം സിന്നേഴ്സ്. മികച്ച നടി ജെസി ബക്ലി. ചിത്രം ഹാംനെറ്റ്. സ്വാതി നിരഞ്ജൻ ജ്യോതി ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതയായി. ഫ്രാൻസിലെ ഇവിയൻ ലെസ് ബെയിൻസ് ആണ് 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ആരംഭിച്ച് ഇന്ത്യ. 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. 1ാം സ്ഥാനം പാകിസ്ഥാന്. ഡോക്ടർ സഞ്ജയ് തിവാരി നാഷണൽ ഡെൻ്റൽ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനായി നിയമിതനായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒപ്പുള്ള കറൻസി പുറത്തിറക്കാൻ തീരുമാനിച്ച് അമേരിക്ക. 2026 മാർച്ചിൽ ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി BIM ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ക്രിക്കറ്റ് താരം MS ധോണി നിയമിതനായി. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനമായി കേരളം. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്പ്ഡ് ഡ്രോൺ പദ്ധതിയാണ് വായുബാൺ. ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ സ്വാതി നിരഞ്ജൻ ജ്യോതി. 2026 G7 ഉച്ചകോടി വേദി ഫ്രാൻസിലെ ഇവിയൻ ലെസ് ബെയിൻസ്. 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യം പാകിസ്ഥാൻ. ഇന്ത്യ 6ാം സ്ഥാനത്ത്. നാഷണൽ ഡെൻ്റൽ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ സഞ്ജയ് തിവാരി. 2026 മാർച്ചിൽ BIM ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ക്രിക്കറ്റ് താരം MS ധോണി. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോപ്പ്ഡ് ഡ്രോൺ പദ്ധതിയാണ് വായുബാൺ. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം. അഖിൽ ശിവാനന്ദിനും മുഹമ്മദ് സാബിത്തിനും രാംനാഥ് ഗോയങ്ക എക്സലൻസ് ഇൻ ജേർണലിസം പുരസ്കാരം. വൈക്കം ചന്ദ്രശേഖരൻ നായർ പുരസ്കാരം ഡോക്ടർ ഷീജ വക്കത്തിൻ്റെ ഊരുക്കു പോകലാം കണ്ണേ എന്ന കാവ്യസമാഹാരത്തിന്. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ബംഗാളി എഴുത്തുകാരനായ രാംകുമാർ മുഖോപാധ്യായയുടെ നോവൽ ഹര പർബതി കഥ. കൈലാഷ് സത്യാർത്ഥിയുടെ പുതിയ പുസ്തകമാണ് കരുണ ദ പവർ ഓഫ് കമ്പാഷൻ. അഡ്വക്കേറ്റ് രാംകുമാർ രചിച്ച ഉള്ളറകൾ തുറക്കുമ്പോൾ നോവൽ പ്രകാശനം ചെയ്തു. ഉള്ളറകൾ തുറക്കുമ്പോൾ. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ പുതിയ നോവലാണ് മാതംഗലീല.
അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US-ലെ നാഷണൽ ബുക്സ് ക്രിട്ടിക്സ് സർക്കിൾ പുരസ്കാരം. വൈക്കം ചന്ദ്രശേഖരൻ നായർ പുരസ്കാരം ഡോക്ടർ ഷീജ വക്കത്തിൻ്റെ ഊരുക്ക് പോകലാം കണ്ണേ എന്ന കാവ്യസമാഹാരത്തിന്. 2025-ലെ സരസ്വതി സമ്മാൻ പുരസ്കാരം രാംകുമാർ മുഖോപാധ്യായയുടെ നോവൽ ഹരപർബതി കഥ. കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകം എഴുതിയത് കൈലാഷ് സത്യാർത്ഥി. അഡ്വക്കേറ്റ് രാംകുമാർ രചിച്ച നോവൽ ഉള്ളറകൾ തുറക്കുമ്പോൾ. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ പുതിയ നോവൽ മാതംഗലീല. ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും ബെലറൂസിൻ്റെ ആര്യാന സബലെങ്കിയും ജേതാക്കൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ പ്രായം കുറഞ്ഞ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി മാക്സ് ഡൗമാൻ. 16 വർഷവും 73 ദിവസവും മാത്രമാണ് പ്രായം. 2028-ലെ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ ഭുവനേശ്വറിൽ നടക്കും. സ്വീഡിഷ് പോൾ വോൾട്ട് ഇതിഹാസം അർമാൻഡ് ഡുപ്ലാൻഡിസ് 6.31 മീറ്റർ ചാടി 15-ാം തവണയും ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. 6.30 മീറ്റർ എന്ന തൻ്റെ തന്നെ മുൻ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത്. ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ പോൾ പൊസിഷനിലെത്തിയ പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി മെഴ്സിഡസിൻ്റെ 19-കാരനായ ഇറ്റാലിയൻ ഡ്രൈവർ ആന്ദ്രേ കിമി അന്റോണെല്ലി. വനിതാ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച് തമിഴ്നാടിൻ്റെ ഭരണിക ഇളങ്കോവൻ. ഇന്ത്യൻ വെൽസ് ടെന്നീസ് ജേതാക്കൾ ഇറ്റലിയുടെ യാനിക് സിന്നർ, ബെലറൂസിൻ്റെ ആര്യാന സബലെങ്ക. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യന്മാർ മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ പ്രായം കുറഞ്ഞ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി മാക്സ് ഡൗമാൻ. 2028-ലെ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ ഭുവനേശ്വറിൽ നടക്കും. വനിതാ പോൾ വോൾട്ടിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച് തമിഴ്നാടിൻ്റെ ഭരണിക ഇളങ്കോവൻ. സ്വീഡിഷ് പോൾ വോൾട്ട് ഇതിഹാസം അർമാൻഡ് ഡുപ്ലാൻഡിസ് 6.31 മീറ്റർ ചാടി 15-ാം തവണയും ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ പോൾ പൊസിഷനിലെത്തിയ പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി മെഴ്സിഡസിൻ്റെ 19-കാരനായ ഇറ്റാലിയൻ ഡ്രൈവർ ആന്ദ്രേ കിമി അന്റോണെല്ലി. 2026-ലെ ആബേൽ പുരസ്കാരം ഗേഡ് ഫ്ലാറ്റിങ്സിന്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025-ലെ മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണന്. 2025-ലെ OV വിജയൻ സ്മാരക നോവൽ അവാർഡ് KV മോഹൻകുമാറിൻ്റെ ഉല എന്ന നോവലിന്. 2026-ലെ ആബേൽ പുരസ്കാരം ഗേഡ് ഫ്ലാറ്റിങ്സ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025-ലെ മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണന്. 2025-ലെ OV വിജയൻ സ്മാരക നോവൽ അവാർഡ് KV മോഹൻകുമാറിൻ്റെ നോവൽ ഉല. ക്രിട്ടിക്കാലിറ്റി നേട്ടം കൈവരിച്ച് തമിഴ്നാട്ടിലെ കൽപ്പാക്കം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. റഷ്യയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. മെനോർക്ക മാസ്റ്റേഴ്സ് റാപ്പിഡ് ചെസ് കിരീടം മലയാളി താരം നിഹാൽ സരിന്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം ചെയർമാനും നോൺ ഒഫീഷ്യൽ ഡയറക്ടറുമായി നടൻ കൃഷ്ണകുമാറിനെ നിയമിച്ചു. ക്രിട്ടിക്കാലിറ്റി നേട്ടം കൈവരിച്ച് തമിഴ്നാട്ടിലെ കൽപ്പാക്കം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. റഷ്യയ്ക്കു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ.
മെനോർക്ക മാസ്റ്റേഴ്സ് റാപ്പിഡ് ചെസ് കിരീടം മലയാളി താരം നിഹാൽ സരിന്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം ചെയർമാനും നോൺ ഒഫീഷ്യൽ ഡയറക്ടറുമായി നടൻ കൃഷ്ണകുമാറിനെ നിയമിച്ചു. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള രണ്ടാം പരീക്ഷണവും വിജയകരം. ഇന്ത്യൻ സംഗീതത്തെ വിസ്മയിപ്പിച്ച വിഖ്യാത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരിയും ആശാ ഭോസ്ലെ തന്നെ. 2000 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. ആഗോള ശ്രദ്ധേയനായ ഐറിഷ് നടൻ മൈക്കൽ പാട്രിക് അന്തരിച്ചു. മൈക്കൽ പാട്രിക്, ഐറിഷ് നടൻ. ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിന്. വയലാർ സംഗീതരത്ന പുരസ്കാരം പ്രൊഫസർ തൃക്കരിയൂർ ആർ രാജലക്ഷ്മിക്ക്. കുമാരനാശൻ ദേശീയ കവി പുരസ്കാരം പ്രശസ്ത ഒറിയ കവി സീതാകാന്ത മഹാപത്രയ്ക്ക്. കുമാരനാശൻ മലയാള കവി പുരസ്കാരം സച്ചിദാനന്ദന്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം UK കുമാരൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്ക്. ഇത്തവണത്തെ ബോധിചിത്ത പുരസ്കാരം S ജോർജ് കുട്ടിക്ക്. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരന് UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി. ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏർപ്പെടുത്തിയ ദേശീയ നാട്യ പുരസ്കാരത്തിന് VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും അർഹരായി. പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയ്ക്ക് വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം. ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. വയലാർ സംഗീതരത്ന പുരസ്കാരം പ്രൊഫസർ തൃക്കരിയൂർ ആർ രാജലക്ഷ്മി. കുമാരനാശൻ ദേശീയ കവി പുരസ്കാരം സീതാകാന്ത മഹാപത്ര. കുമാരനാശാൻ മലയാള കവി പുരസ്കാരം സച്ചിദാനന്ദൻ. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം UK കുമാരൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതിക്ക്. ഇത്തവണത്തെ ബോധിചിത്ത പുരസ്കാരം S ജോർജ് കുട്ടിക്ക്. ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരന് UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി. ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏർപ്പെടുത്തിയ ദേശീയ നാട്യ പുരസ്കാരം 2025 അർഹരായവർ VP ധനഞ്ജയൻ, ശാന്ത ധനഞ്ജയൻ. പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയ്ക്ക് വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം. ആയോധന കലയിലെ ഇതിഹാസം ചക്ക് നോറിസ് അന്തരിച്ചു. പ്രശസ്ത ജർമ്മൻ തത്വചിന്തകൻ യൂർഗൻ ഹാബർമാസ് അന്തരിച്ചു. പ്രശസ്ത ഛായാഗ്രാഹകൻ മെല്ലി ഇറാനി അന്തരിച്ചു. ബാലസാഹിത്യകാരൻ PI ശങ്കരനാരായണൻ അന്തരിച്ചു. PI ശങ്കരനാരായണൻ ബാലസാഹിത്യകാരൻ. മെല്ലി ഇറാനി പ്രശസ്ത ഛായാഗ്രാഹകൻ. യൂർഗൻ ഹാബർമാസ് പ്രശസ്ത ജർമ്മൻ തത്വചിന്തകൻ. ചക്ക് നോറിസ് ആയോധന കലയിലെ ഇതിഹാസം. കൃഷിയിടത്തിന് സമീപമെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഫാം ഗാർഡ്. കൊളിബിയോപ്സിസ് ബ്രൂണിഗലേര എന്ന പുതിയ ഇനം കൂൺ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഡ്രോൺ ശക്തി. ശ്രീനഗറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഡ്രോൺ ശക്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ശ്രീനഗറിൽ. ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. പ്രഗതി വികാസ്
എന്നിവയാണ് 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുശക്തി മിഷൻ. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി, വികാസ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുശക്തി മിഷൻ. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്നതിന് മുന്നോടിയായുള്ള നാസയുടെ ദൗത്യമായ ആർട്ടമിസ് 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്ന് 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചു. ആർട്ടമിസ് 2 യാത്രികരായ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ ജെറമി ഹാൻസൺ എന്നിവർ 2026 ഏപ്രിൽ 10 വൈകുന്നേരം 5:07 സാൻഡിഗോ തീരത്ത് 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തി. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും ചന്ദ്രനടുത്തു പോയ ആദ്യ വനിത എന്ന റെക്കോർഡും കരസ്ഥമാക്കി ആർട്ടമിസ് 2 മിഷൻ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റീന കോച്ച്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്നതിന് മുന്നോടിയായുള്ള നാസയുടെ ദൗത്യമായ ആർട്ടമിസ് 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്ന് 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചു. ആർട്ടമിസ് 2 യാത്രികരായ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികൻ ജെറമി ഹാൻസൺ എന്നിവർ 2026 ഏപ്രിൽ 10 വൈകുന്നേരം 5:07 സാൻഡിഗോ തീരത്ത് 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തി. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും ചന്ദ്രനടുത്തു പോയ ആദ്യ വനിത എന്ന റെക്കോർഡും കരസ്ഥമാക്കി ആർട്ടമിസ് 2 മിഷൻ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റീന കോച്ച്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമായ ആർ. വൈരമുത്തുവിന്. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് എൻ. പ്രഭാകരൻ്റെ മായാമനുഷ്യർ. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. എഴുത്തുകാരൻ മേത്തിൽ രാധാകൃഷ്ണന് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 3,00,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ മേത്തിൽ രാധാകൃഷ്ണന്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് എൻ. പ്രഭാകരൻ്റെ മായാമനുഷ്യർ. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്ത തമിഴ് കവിയും കഥാകൃത്തും ഗാനരചയിതാവുമായ ആർ. വൈരമുത്തുവിന്. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 116ാം സ്ഥാനം. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആന്ധ്രാപ്രദേശ്. 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയാണ് പ്രൊജക്റ്റ് ഗംഗ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതി പ്രൊജക്റ്റ് ഗംഗ. 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആന്ധ്രാപ്രദേശ്.
2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യക്ക് 116 സ്ഥാനം. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടു. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ മൂന്നാമത് അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിദമൻ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ച് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ച് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ മൂന്നാമത് അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിദമൻ. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ലൈറ്റ് മെഷീൻ തോക്കാണ് പ്രഹർ. മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് രാസസംയുക്തം അൽസ്ഹൈമേഴ്സ് രോഗം പ്രതിരോധിക്കുന്നതിൽ നിർണായകമെന്ന സുപ്രധാന കണ്ടുപിടുത്തവുമായി പാലക്കാട് സ്വദേശിയായ ശാസ്ത്രജ്ഞ ഡോക്ടർ ഷീജ നവക്കോട്. ഫ്രഞ്ച് മുൻ പ്രധാനമന്ത്രി ലയണൽ ജോസ്പിൻ അന്തരിച്ചു. വിഖ്യാത അമേരിക്കൻ നടൻ ജെയിംസ് ടോൾക്കൻ അന്തരിച്ചു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ ജിം വിറ്റേക്കർ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മോസിന കിദ്വായ് അന്തരിച്ചു. ടോ ലാം വിയറ്റ്നാം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടനിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി പെരിയസ്വാമി കുമാരൻ നിയമിതനായി. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി സാൻഡ് ആർട്ടിസ്റ്റ് സുദർശൻ പട്നായിക്ക് നിയമിതനായി. ഏക സിവിൽ കോഡ് പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി ഗുജറാത്ത്. ഉത്തരാഖണ്ഡാണ് ആദ്യത്തെ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി തെക്കേ അമേരിക്കൻ രാജ്യം അർജന്റീന. ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമായി സ്ലോവേനിയ. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബിൽ. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി അമരാവതിയെ നിശ്ചയിക്കുന്നതിനുള്ള വിജ്ഞാപനമിറക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാസാക്കിയ ബില്ലാണ് ജൻവിശ്വാസ് ഭേദഗതി ബിൽ. ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് സ്ലോവേനിയ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീന. ഏക സിവിൽ കോഡ് പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത്. ആദ്യത്തേത് ഉത്തരാഖണ്ഡ്. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡർ സാൻഡ് ആർട്ടിസ്റ്റായ സുദർശൻ പട്നായിക്ക്. ബ്രിട്ടനിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പെരിയസ്വാമി കുമാരൻ. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം. മയാമി ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ബെലറൂസിൻ്റെ ആര്യാന സബലെങ്കയ്ക്കും പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിനും. ഫോർമുല 1 കാറോട്ട മത്സര ചാമ്പ്യൻഷിപ്പിൽ ലീഡ് നേടുന്ന പ്രായം കുറഞ്ഞ താരം, പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് പ്രി ജേതാവ് എന്നീ റെക്കോർഡുകൾക്ക് ഉടമയായി മെഴ്സിഡസിൻ്റെ ഇറ്റാലിയൻ ഡ്രൈവർ കിമി അന്റോണെല്ലി. കിമി അന്റോണെല്ലിയാണ് 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രി ജേതാവ്. 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായി ശീതൾ ദേവി തിരഞ്ഞെടുക്കപ്പെട്ടു. 2020 ക്രിക്കറ്റിലെ പുരുഷ വനിതാ ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡിനുടമയായി ബ്രസീൽ പേസർ ലോറ കാർഡോസോ.